ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹീസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല കുറുകിയ ചാറോടുകൂടി നല്ല എരിവും പുളിയും ഒക്കെയുള്ള അടിപൊളി ഒരു മീൻ കറിയാണ്. അപ്പോൾ ഞാനിന്ന് കറി വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത് തേടാണ്. പൊതുവേ കൂടുതൽ ആൾക്കാർക്കും ഈ മീൻ അധികം ഇഷ്ടമായിരിക്കത്തില്ല. കാരണം ഇത് തയ്യാറാക്കി കഴിയുമ്പോഴത്തേക്കിന് വീട്ടിൽ ഭയങ്കര സ്മെല്ലാണ്, അല്ലെങ്കിൽ അതിന് അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ലെന്നൊക്കെ പറയും. പക്ഷേ ഞങ്ങൾക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രുചിയാണിത്. നല്ല എരിവും പുളിയും ഒക്കെ ഇട്ട് കറി വെച്ചാൽ. അപ്പോൾ ഇപ്പോൾ ഇതിന് നല്ല മുട്ടയൊക്കെയുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് മീൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചെടുത്തു. അതിൻ്റെ അകത്തിലേക്ക് ഒരു 10 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നല്ലപോലെ അതൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം വഴറ്റിയെടുക്കുക. അപ്പം നല്ലപോലെ വഴന്ന് വരും. അതിട്ടൊരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിതെല്ലാം വഴറ്റിയെടുക്കുന്നത്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളൊരു വലിയ സൈസ് തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് തക്കാളി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കറി വളിച്ചൊന്നും പോകത്തില്ല. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ ചിലർ പറയും കറിയൊക്കെ പെട്ടെന്ന് അഴുക്കാവുമെന്ന്. പക്ഷേ ഈ ഒരു സമയത്ത് ചേർത്താൽ നല്ലപോലെ വഴന്ന് അതിൻ്റെ പച്ച ഒരു ഇതൊക്കെ അങ്ങ് മാറും. അപ്പോഴേക്കും കറിക്ക് നല്ല സ്വാദമായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 5 അല്ലി വെളുത്തുള്ളി. 5 അല്ലി എന്ന് പറയുമ്പം വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എടുക്കണം. അപ്പോൾ അതും കൂടെ ചതച്ചത് നല്ലപോലെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴേക്കും 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിപ്പം ഒരുപാട് മല്ലിപ്പൊടി ഇവിടെ ചേർക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ എടുക്കാം. മുളക് പൊടി വെച്ച് തയ്യാറാക്കുന്ന മീൻ കറിക്കാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. ചിലരൊട്ടും മല്ലിപ്പൊടി ഇടാറേ ഇല്ല. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കിതൊന്ന് ഇളക്കി പച്ചമണമൊക്കെ മാറുന്നത് വരെ എണ്ണയൊക്കെ കണ്ടില്ലേ നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലപോലെ ആ ഒരു അരപ്പ് റെഡി ആയിട്ട് വരും. ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ വേണ്ട വറ്റി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നതാണ് കറക്റ്റ് പാകം. ഇനി നമുക്കിതിലേക്ക് വെന്ത് വരാൻ ആവശ്യമായിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ തേടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തേടിൻ്റെ അളവനുസരിച്ചിട്ട് ഈ വെള്ളവും മുളക് പൊടിയുടെയൊക്കെ അളവ് മാറ്റി കൊടുക്കാം. അപ്പം ഇനി നമുക്കിതിലേക്ക് കുടംപുളി ഇടുവാണ്. ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 3 അല്ലി കുടംപുളിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പൊക്കെ പിന്നീട് നോക്കിയിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ ഒരല്പം കൂടെ ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റായിരുന്നു. ഉപ്പും എരിയും പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. അപ്പം കണ്ടില്ലേ നല്ലപോലെ ഒന്ന് തിള വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള തേടിൻ്റെ കഷ്ണം കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഈ മീൻ വൃത്തിയാക്കിയ സമയത്ത് എൻ്റെ തൊലിയൊന്നും ഇരിച്ച് കളഞ്ഞില്ലായിരുന്നു. ചിലരത് ഉരിച്ച് കളയാറുണ്ട്. അപ്പം ഞാനിത് നല്ലപോലെ കല്ലിലിട്ട് തേച്ച് കഴുകി അതിൻ്റെ ആ ഒരു ഇതൊക്കെ കളഞ്ഞെടുത്തതാണ്. അപ്പം തൊലിയും കൂടെ വെച്ച് കറി വെക്കുമ്പം അതിൻ്റെ നെയ്യൊക്കെ ഇറങ്ങി കറിക്കൊരു പ്രത്യേക സ്വാദാണ്. കണ്ടില്ലേ എനിക്കൊരു പരിഞ്ഞിയലുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഈ കറിയിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും അതിൻ്റെ ആ ഗ്രേവിയൊക്കെ ആവുന്ന രീതിയിൽ കഷ്ണങ്ങളൊക്കെ ഒന്ന് താത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പം മൂടി വെക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ അടച്ച് വെക്കുവാണ്. നമുക്കിനി ഇത് നല്ലപോലെ ഒരു 1/4 വേവായൊക്കെ വരുമ്പോഴേക്കും കറിവേപ്പിലയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുളിയോ ഉപ്പോ വല്ലതും ആവശ്യമായിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ നല്ല അടിപൊളി ചാറൊക്കെയാണ്. എണ്ണയെല്ലാം കുറുകി തെളിഞ്ഞ് നല്ല അടിപൊളി ഗ്രേവിയോടുകൂടി. നിങ്ങളെല്ലാവരും എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകും. ചോറിനൊപ്പവും കപ്പയുടെ ഒപ്പവും ഒക്കെ കഴിക്കാനായിട്ട് അടിപൊളി കറിയാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള മാംസവുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.